അസ്സലാമു അലൈക്കും. റജബ് 27-ൻ്റെ നോമ്പാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവർക്കും നോമ്പാണെന്ന് ഞാൻ കരുതുന്നു. റജബ് മാസത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജബ് മാസം അള്ളാഹുവിൻ്റെ മാസവും ഷഹബാൻ എൻ്റെ മാസവുമാണ് എന്ന്. റമളാൻ എൻ്റെ സമുദായത്തിൻ്റെ മാസവുമാണ്. സ്വർഗത്തിൽ റജബ് എന്ന് പേരുള്ള വെളുത്ത തേനിനേക്കാൾ മധുരമുള്ള ഒരു പാനീയത്തിൻ്റെ അരുവിയുണ്ട്. റജബ് മാസത്തിൽ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചവന് അതിൽ നിന്ന് പാനീയം നൽകപ്പെടും. അതുപോലെ തന്നെ സ്വർഗത്തിൽ ഒരു കൊട്ടാരവുമുണ്ട്. അത് റജബ് മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. അപ്പോൾ ഈ മാസം ഈ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റാത്ത പല സ്ത്രീകളുണ്ടാവും. ഹൈള് ഉണ്ടായിട്ടും അല്ലാതെ പല രോഗകാരണങ്ങൾ കൊണ്ടൊക്കെ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റാത്ത പല ആളുകളുണ്ടാവും. അവരൊന്നും സങ്കടപ്പെട്ടിരിക്കേണ്ട. അവർക്ക് ഗുണം ചെയ്യുന്ന ആയത്തുകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതൊക്കെ അവർക്ക് ചെല്ലാം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് 12ഓളം നേട്ടങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. അപ്പോൾ തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം ദിക്റുകൾ അധികരിപ്പിക്കണം. ഒരു ദിക്റ് അധികരിപ്പിക്കുക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ റമളാൻ. ഒരു ദിക്റ് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുന്നുവോ അത്രയും പ്രാവശ്യം ചൊല്ലുക. അതുപോലെ തന്നെ ഒരു ദിക്റും നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുന്നുവോ അത്രയും പ്രാവശ്യം ചൊല്ലുക. സുബ്ഹാനല്ലാഹി റഊഫ് എന്ന ഈ ആയത്ത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുന്നുവോ അത്രയും പ്രാവശ്യം ചൊല്ലുക. അതുപോലെ തന്നെ ഈ ദിക്റും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതൊക്കെ നിങ്ങൾക്ക് അടുക്കള ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ചെല്ലാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി വസഹ്ബിഹി വസല്ലം. നമ്മളെല്ലാവരും ഇന്ന് നോമ്പുകാരായതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ആദ്യം വേണ്ടത് നമ്മളെ നാവിനെ സൂക്ഷിക്കലാണ്. നമ്മൾ ആ നാവ് കൊണ്ട് അധികം നമ്മൾ ദിക്റുകൾ ചൊല്ലുക. ഈ നോമ്പിന് 12 തരത്തിലുള്ള ഒരു പ്രതിഫലം നമുക്ക് അള്ളാഹു നൽകും. ഇതിൽ ഒന്നാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞത് 70 വർഷം നരകത്തെ തൊട്ട് നമ്മളെ കാക്കും. രണ്ടാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് 60 മാസത്തിൻ്റെ ഇബാദത്തിൻ്റെ പ്രതിഫലവും, അതായത് 5 കൊല്ലത്ത് ഇബാദത്ത് ചെയ്ത അതിൻ്റെ പ്രതിഫലവുമാണ് ഈ നോമ്പ് നോറ്റവർക്ക്. മറ്റൊരു പ്രതിഫലം പറയുന്നത് 1000 വർഷത്തെ ഇബാദത്തിൻ്റെ പ്രതിഫലം എന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെയും വളരെയധികം പ്രതിഫലമുണ്ട്. നരകത്തെ തൊട്ട് കാക്കും. അതുപോലെ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടും, ദർജകൾ ഉയർത്തപ്പെടും, കടങ്ങൾ വീട്ടപ്പെടും, നരകത്തെ തൊട്ട് കാക്കപ്പെടും. ഒത്തിരി ഗുണങ്ങളുള്ള ദിക്റുകളാണ്. അതുപോലെ തന്നെ ഈ ഒരു ദിക്റും നിങ്ങൾ ഓതുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. അതുപോലെ തന്നെ ഖുർആനിൽ പരിശുദ്ധമാക്കപ്പെട്ട ഒരു സൂറത്തുണ്ട്. ഈ ഒരു സൂറത്ത് ഓതുകയാണെങ്കിൽ മനസ്സിലെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നീക്കപ്പെടും. സൂറത്ത് ഓതിയിട്ട് നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ആ ആഗ്രഹം അഹിറാക്കപ്പെട്ട ആഗ്രഹമാണെങ്കിൽ അത് പെട്ടെന്ന് സാധിക്കപ്പെടും. ഈ പറയപ്പെടുന്ന സൂറത്തുകൾ നിങ്ങൾ എന്ത് ആഗ്രഹിച്ച് ചൊല്ലുകയാണെങ്കിലും ആ ആഗ്രഹങ്ങൾ ഹൈറായ ആഗ്രഹങ്ങളാണെങ്കിൽ പെട്ടെന്ന് നടക്കപ്പെടും. ഒന്നാമത് സൂറത്തുൽ ഫാത്തിഹ 7 തവണ ഓതുക. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്ത് ചൊല്ലുക. അത് 700 തവണ കേട്ടോ. അലൻ-നശ്ർ എന്ന സൂറത്ത് 80 തവണ ഓതുക. സൂറത്തുൽ ഇഖ്ലാസ് 1001 തവണ 3 പ്രാവശ്യം ഓതുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ ഹൈറായ ആഗ്രഹങ്ങളാണെങ്കിൽ പെട്ടെന്ന് നടക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ആവശ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് അപേക്ഷിച്ച് അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്ന രീതിയിൽ വേണം നമ്മൾ ഓരോ ആവശ്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കാൻ. ആയാലും ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇന്നത്തെ ആയത്തുകളും ദിക്റുകളും എല്ലാം ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ്.